പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വലിയ പദ്ധതി ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് അതിനായിട്ട് അങ്ങ് തന്നെ ഞങ്ങളുടെ കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന ആ വലിയ കരുണ അനുഭവിക്കാനും അത് സ്വന്തമാക്കി ജീവിക്കാനും വേണ്ട വലിയ ഭാഗ്യം ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ. അതിനുവേണ്ടി അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെയൊക്കെ കണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ പരിശുദ്ധാത്മാവിനെ നിറച്ച് എല്ലാ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? കർത്താവിന്റെ സാന്നിധ്യം നിറയുന്നത് കണ്ടും അനുഭവിച്ചും അതിനുവേണ്ടി പ്രാർത്ഥിച്ചും അതിശക്തമായിട്ട് ഈ ആഗമന കാലത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഉറപ്പ്, കർത്താവിന്റെ സാന്നിധ്യം നിറഞ്ഞാൽ നമ്മുടെ ജീവിതം അതിനാൽ തന്നെ വിജയിക്കും. രക്ഷപ്പെട്ടു കഴിഞ്ഞു. അതിനുള്ള വലിയ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, ചിട്ടപ്പെടുത്തുക, വഴി കർത്താവിന് വേണ്ടി തുറക്കുക. ബാക്കി കാര്യം കർത്താവ് ചെയ്തോളും കേട്ടോ. അപ്പൊ സന്തോഷത്തോടു കൂടി ആയിരിക്കാം. നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ മക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ഒരു വലിയ വ്യക്തിയാണ് നോഹ. നോഹ നീതിമാനായിരുന്നു. നോഹയുടെ ജീവിതത്തില് കർത്താവ് എപ്പോഴും ഇടപെട്ടു. ഒരു കാര്യം ഓർത്തോ, നമ്മൾ നീതിമാനായിട്ട് ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ വചനം കേട്ട് അർഹതപ്പെട്ടത് ദൈവത്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ദൈവം നമ്മുടെ ഓരോ കാര്യത്തിലും അതിശക്തമായിട്ട് സാന്നിധ്യം നൽകി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും നയിക്കും. അതാണ് നോഹ. അങ്ങനെ ജീവിച്ചപ്പോ നമ്മൾ കാണുന്നുണ്ട്, അവന്റെ നാട്ടില് എല്ലാവരും, മനുഷ്യൻ മുഴുവനും പാപം, വിളച്ചത, അശുദ്ധി ഇതെല്ലാം ചെയ്യുക. പക്ഷെ അവിടെ നോഹയുണ്ടല്ലോ, ഇതിലൊന്നും പെടാതെ തന്റെ കുടുംബത്തെ, തന്റെ മക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തി. എല്ലാവരും പാപം ചെയ്തപ്പോ, എല്ലാവരും വഴിതെറ്റി പോയപ്പോ മദ്യത്തിന്റെയും ജടിക പാപത്തിന്റെയും വിവാഹം ചെയ്തും അതിൽ സുഖിച്ചും രസിച്ചും അതിൽ ആഘോഷിച്ചും ഒക്കെ ലോകത്തിൽ ദൈവത്തെ മറന്നു ജീവിക്കുമ്പോ ഈ നോഹയും കുടുംബവും ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവ കൽപ്പനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ആ കൽപ്പനകൾക്ക് അടിസ്ഥാനമിട്ട് ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോ നമ്മൾ കാണുന്നുണ്ട്, ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കുക. വെള്ളപ്പൊക്കം, അതിനു മുമ്പ് ദൈവം മോശയെ ഒരുക്കി അവനെ കൊണ്ട് എല്ലാം പറഞ്ഞു കൊടുത്ത് പേടകം പണിയിപ്പിച്ചു. അതെങ്ങനെ പണിയണം, എത്ര വീതി, അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും ഇസഡ് കാര്യങ്ങൾ കർത്താവ് നോഹയോട് പറഞ്ഞു കൊടുക്കുക. ഇതാണ് കർത്താവിന്റെ സാന്നിധ്യവും ഇടപെടലും. ദൈവത്തിന്റെ മക്കൾക്ക് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ദൈവം അതുപോലെ രക്ഷയിലേക്കും സംരക്ഷണത്തിലേക്കും നയിക്കും. അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട്, ഇന്ന ദിവസം ഇന്ന കാര്യം ഇതുപോലെ സംഭവിക്കും, ആ സമയത്ത് മൃഗങ്ങളെയൊക്കെ നീ കയറ്റണം, നീ നിന്റെ കുടുംബവും. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രിയപ്പെട്ട എന്റെ മക്കളെ, ദൈവത്തിന്റെ പരിപാലനയും ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികളും ദൈവത്തിന്റെ ഇടപെടലുകളും എത്രയോ മനോഹരമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഭാഗത്ത് ഒന്ന് വായിച്ചോക്കണം. അതുപോലെ ദൈവം പറഞ്ഞു കൊടുക്കുക. അത് അതേപോലെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന നോഹ. അവിടെയാണെങ്കിൽ മഴയ്ക്ക് ഒരു സാധ്യതയില്ല. എല്ലാവരും, ജനങ്ങൾ കളിയാക്കാണ്, പേടകം പണിയുന്നു, എന്ത് കാണിക്കാൻ, പല കാര്യങ്ങൾ. അവരവരുടെ ലോകത്താ. പക്ഷെ ഇവൻ നോഹ ഒരു സാഹചര്യവും ഇല്ലാത്ത അവസ്ഥയിൽ പോലും ദൈവം എന്താണോ പറഞ്ഞ് അത് കണ്ണും പൊട്ടി വിശ്വസിച്ച് അനുസരിച്ചു. അപ്പോൾ ദൈവം അവന് എല്ലാ കാര്യങ്ങളും അങ്ങനെ അനുസരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യം പറഞ്ഞു കൊടുത്ത് ഈ നോഹയെ ദൈവം അനുഗ്രഹിക്കണം. ഇവിടെ മക്കളെ, അവസാനം നമ്മൾ കാണുന്നുണ്ട് വെള്ളപ്പൊക്കം. ആ സമയത്ത് നോഹയെ ദൈവം പ്രത്യേകം സംരക്ഷിച്ചു, അവനെ ചേർത്ത് പിടിച്ചു. അവനെ കർത്താവ് അവന്റെ കുടുംബത്തെ ഒത്തിരിയേറെ പരിപാലനയിൽ കാത്തു സംരക്ഷിച്ചു. വീണ്ടും വെള്ളപ്പൊക്കം കഴിയാൻ പോകുമ്പോ ദൈവമാ പറയുന്നത് ഓരോ കാര്യങ്ങളും. ഇനി എന്ത് ചെയ്യണം,
എങ്ങനെ ചെയ്യണം. അങ്ങനെ ഈ നോഹയെ കർത്താവ് സംരക്ഷിച്ച ആ വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കും. ഇന്ന് ലോകത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ, ഭയങ്കരമായ തിന്മകള്, കൂട്ടുകെട്ടുകള്, ലോകാരൂപി ആഘോഷങ്ങള്, ഇതിലൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഈ മാനവ കുലത്തില് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊരു നിലപാടെടുക്കണം. നോഹയെ പോലെ ദൈവത്തിനു വേണ്ടി, വചനത്തിനു വേണ്ടി, കൂദാശയ്ക്ക് വേണ്ടി നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തില് അതിശക്തമായിട്ട് ഇടപെടും. ലോകം കളിയാക്കും, നാട്ടുകാർ കളിയാക്കും, കൂട്ടുകാർ കളിയാക്കും, എന്ത് മണ്ടനാവൻ, പൊട്ടനാണവൻ, എന്നിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മൾ നോക്കുമ്പോ അവര് സുഖിക്കുന്നു. സമ്പത്ത്, മദ്യപാനം, കൂട്ടുകെട്ട്, കല്യാണം എല്ലാം നടക്കുന്നുണ്ട്, അവർക്ക് എല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ആത്മരക്ഷ, വരാൻ പോകുന്ന ദുരന്തം, നാശം, തകർച്ച, അത് മാത്രം കാണുന്നില്ല. പക്ഷെ നോഹ, അവനറിയാം, അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു. അവൻ അതിലേക്ക് നോക്കിയില്ല, അതിന്റെ പിന്നാലെ പോയി. ഇന്ന് എല്ലാ മനുഷ്യരും ഈ ലോകത്തിന്റെ ഒഴുക്കിനനുസരിച്ച് സമ്പത്തുണ്ടാക്കാൻ, കാശുണ്ടാക്കാൻ ഇത് പരമക്ക്. ഈ കഴിഞ്ഞ ദിവസം കൊച്ചു പറയാ, അമ്മയോട് പറയാ, അവന് 2.5 ലക്ഷം സാലറി ഉണ്ട്, അവനൊരു അക്രൈസ്തവനാ. അമ്മയ്ക്ക് എന്താ വിചാരിച്ച, കൂദാശൊന്നും വലിയ കാര്യമില്ല, വിശ്വാസമൊന്നും കാര്യമില്ല, ക്രൈസ്തവമായിട്ട് നമുക്ക് കല്യാണം നടത്താം, അവന്റെ മതാചാരപ്രകാരം അവിടെ നടത്താം, അവൻ കാശ് വരും ഇവിടെ കല്യാണം നടത്താൻ. അങ്ങനെ ആ കൊച്ച് അമ്മയോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ്, അമ്മ സംസാരിച്ച ഫോൺ വിളി എനിക്ക് അയച്ചു. ആ കൊച്ചിന് ദൈവത്തോട് ബന്ധമില്ല. ഇനി അവന് അതൊക്കെ ഞാൻ ഭയങ്കര ഒരു കോഴ്സ് പഠിക്കാൻ പോ, അത് കഴിഞ്ഞാൽ കോടികളാണ് അമ്മ ഉണ്ടാകാൻ പോണേ, അവന് കിട്ടാൻ പോണേ കോടികള്. അവനിപ്പോൾ ജർമ്മനിയിലാണ്, 6-7 രാജ്യങ്ങളുടെ ഭയങ്കര ഓഫീസർ ആകുമ്പോഴാണ് കമ്പനിയുടെ. കോടികൾ കിട്ടുമോന്, എന്ത് കോടികള്, എന്ത് ലക്ഷങ്ങള്. കൂദാശയില്ല, ദൈവമില്ല. ഇതാണ് ഇന്നത്തെ ലോകം. കാശ് കിട്ടിയാൽ, ജോലി കിട്ടിയാൽ, കോടികൾ കിട്ടിയാൽ, ലക്ഷങ്ങൾ കിട്ടിയാൽ. നോഹയുടെ കാലഘട്ടത്തിലും ബാക്കി എല്ലാവർക്കും ഇതെല്ലാം ഉണ്ട്. പക്ഷെ നാശം, വെള്ളപ്പൊക്കം വരുന്നത് വരെ അവർ കുടിച്ചും തിന്നും ആസ്വദിച്ചും വിവാഹം ചെയ്തും അടിച്ചു പൊളിച്ച് ജീവിച്ചു. പക്ഷെ നശിച്ചുപോയി, എല്ലാം നശിച്ചുപോയി. അവിടെ നോഹയെ കർത്താവ് അനുഗ്രഹിച്ചു, സാന്നിധ്യം നൽകി, സംരക്ഷണം നൽകിയതുകൊണ്ട് നോഹ നീതിമാനായിരുന്നു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാലഘട്ടത്തിന്റെ മക്കളാണ്. കുറെയൊക്കെ നമ്മൾ പരിശോധിക്കണം. കർത്താവിനെ കൂടെ നിർത്താൻ, കർത്താവിനെ കേട്ട്, കർത്താവിന്റെ വചനത്തിൽ ഉറപ്പിക്കപ്പെട്ട് ജീവിക്കാൻ, ലോകത്തിലേക്ക് നോക്കാതെ, നാട്ടുകാരിലേക്ക് നോക്കാതെ, ഇവൻ കുടുംബക്കാരിലേക്ക് നോക്കാതെ, കുറച്ചും കൂടി ഇവൻ സ്വന്തം ഭാര്യയിലേക്കും ഭർത്താവിലേക്കും മക്കളിലേക്കും സഹോദരങ്ങളിലേക്കും ഒക്കെ നോക്കാതെ കർത്താവിലേക്ക് നോക്കി കർത്താവിനെ കൂടെ നിർത്ത്. അവൻ വന്നിടപെടും. അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും രക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വലിയൊരു ചിന്താവിഷയം ഇന്ന് ധ്യാന വിഷയമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിലേക്ക് ഉറപ്പിക്കാനും ഇവിടെയും കർത്താവ് ഇടപെടുന്ന സാന്നിധ്യത്തിന്റെ വലിയ അനുഭവങ്ങൾ അനുഭവിക്കുവാൻ ഇവിടെയാകത്തക്ക വിധം നമ്മെ, നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നോഹയുടെ ജീവിതത്തിൽ ഇടപെട്ട പോലെ എന്റെ ജീവിതത്തിലും അങ്ങ് ഇടപെടണം. നോഹ ജീവിച്ച പോലെ നീതിയോടെ ജീവിക്കാൻ കൃപ എനിക്ക് വേണം, അഭിഷേകം വേണം, ദൈവിക ജ്ഞാനം വേണം. അതിനുവേണ്ട നല്ല തീരുമാനങ്ങളും തോന്നലുകളും സ്വർഗത്തിൽ നിന്ന് എനിക്ക് തരണം. വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദിവികാര സന്നദ്ധിയിൽ ഈ ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ദിവ്യകാരുണ്യീശോയെ, അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവാണ്. ചരിത്രത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോ എല്ലാവരുടെ കൂടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ കാണുന്നു. അങ്ങാണ് എല്ലാ മക്കളെയും നയിച്ചത്. ജീവിതത്തിൽ വിജയം വരിച്ച, രക്ഷ പ്രാപിച്ച എല്ലാവരെയും നയിച്ചതും അങ്ങ് തന്നെയാണ് കർത്താവ്. അങ്ങ് ആയിരുന്നവനാണ്, ആയിരിക്കുന്നവനാണ്, വരാനിരിക്കുന്നവനാണ്, സർവശക്തനാണ്. അങ്ങേ ഞങ്ങൾ ആരാധിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിനു വേണ്ടി ഞങ്ങൾ വലിയ ദാഹത്തോടെ ഈ സമയം പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കും, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കും,
നമ്മുടെ മക്കളെ സമർപ്പിക്കുക. ഈശോയെ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് വരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വാവ യേശുനാഥ, വാവ സ്നേഹനാഥ, ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവ യേശുനാഥ. ഈശോയെ, നോഹയുടെ ജീവിതത്തിൽ അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ടു. അങ്ങയുടെ വചനമനുസരിച്ച് അങ്ങേക്ക് പ്രീതിയുള്ള മകനായിട്ട് നീതിയോടെ ജീവിച്ചപ്പോ ഈ ലോകം മുഴുവനും അവനെതിരായപ്പോഴും സമൂഹം മുഴുവനും എതിരായപ്പോഴും അവൻ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നപ്പോഴും അങ്ങ് അവന്റെ കൂടെ നിന്നു. ഇത്രയും നാശങ്ങളും തകർച്ചകളും ലോകത്തിലേക്ക് കടന്നു വന്നപ്പോ അതിൽ നിന്നും വീഴാതെ, അതിലൊന്നും പെടാതെ അങ്ങയുടെ പ്രിയപ്പെട്ട മകനെ അങ്ങ് പൊതിഞ്ഞു പിടിച്ച വിധങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. കർത്താവേ, അങ്ങ് സർവശക്തനാണ്. അങ്ങയുടെ മക്കൾ നശിച്ചു പോകാൻ അങ്ങ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനെന്തൊക്കെ വേണോ അതെല്ലാം ചെയ്യും. കർത്താവേ, അങ്ങയെ അനുസരിച്ച് അങ്ങയോട് ചേർന്ന് നീതിയോടെ ജീവിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. അങ്ങനെ നോഹയുടെ ജീവിതത്തില് അങ്ങ് പ്രവർത്തിച്ച പോലെ അങ്ങയുടെ സാന്നിധ്യത്തില്, അങ്ങയുടെ ശക്തിയില്, അങ്ങയുടെ നിയന്ത്രണത്തില് ഞങ്ങളുടെ കുടുംബങ്ങൾ പണിതുയർത്താൻ, പേടകങ്ങൾ പണിതുയർത്താൻ, ജീവിതങ്ങൾ പണിതുയർത്താൻ അങ്ങയുടെ മക്കളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ഉന്നതമായ ഈ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വീടുകളെ സമർപ്പിക്കും, നമ്മുടെ ഉദ്യമങ്ങളെ സമർപ്പിക്കും, മക്കളെ സമർപ്പിക്കും, മക്കളുടെ പഠനം, ജോലി മേഖല, കുടുംബജീവിതം, നമ്മുടെ കുടുംബത്തിന്റെ ഓരോ മേഖലകള് കർത്താവിന്റെ വലിയ സാന്നിധ്യത്തിന് വേണ്ടി, ഇടപെടലിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കും. മക്കളെ, കർത്താവേ, നിങ്ങളുടെ മക്കളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിത മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞെരുക്കങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെടുത്തലുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നീതിക്ക് വേണ്ടി നിലകൊണ്ടപ്പോ സമൂഹം എതിരായി, കുടുംബം എതിരായി, നാട്ടുകാരെതിരായി, ഈവൻ സഭയിൽ നിന്ന് പോലും എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഈശോയെ, ഇവിടെയൊക്കെ അങ്ങയുടെ മക്കളെ താങ്ങുന്ന വലിയ സാന്നിധ്യമാണല്ലോ അങ്ങയുടെ സാന്നിധ്യം. നോഹയുടെ ജീവിതത്തില് ഇടപെട്ട കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ അവസ്ഥകളിലും ഞങ്ങളുടെ സമൂഹത്തിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമായ രക്ഷാകര മാർഗങ്ങൾ അങ്ങ് തന്നെ പറഞ്ഞു തരണമേ, അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ, അങ്ങ് തന്നെ നയിക്കണമേ. നമ്മുടെ കുടുംബത്തെയും ജീവിതത്തെയും മക്കളെയും ഒക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ ആശീർവാദത്തിന്റെ ശക്തമായ മുദ്രയാൽ ഈശോ നമ്മെ ആശീർവദിച്ചുകൊണ്ട് തന്റെ ശക്തി നമ്മിലേക്ക് പുറപ്പെടുവിക്കുകയാണ്. ഈ സമയം ഇരു കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തി ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കി ഈശോയെ അങ്ങയുടെ ശക്തി പ്രകടമാക്കി അങ്ങയുടെ അനുഗ്രഹത്താൽ നിറച്ച് അങ്ങയുടെ സാന്നിധ്യത്തിന്റെ അഭിഷേകത്താല് ഞങ്ങളുടെ കുടുംബത്തെയും നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നോക്കി ഇരു കരങ്ങളെ യാചനാപൂർവം പിടിച്ചുകൊണ്ട് കർത്താവിന്റെ അനുഗ്രഹവും കൃപയും ജീവന്റെ സമൃദ്ധിയും എല്ലാ ആശീർവാദവും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വയം നന്ദി കർത്താവേ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു കർത്താവേ. ശക്തി പുറപ്പെടട്ടെ, ശക്തി പ്രകടമാകട്ടെ, അങ്ങയുടെ കരുണ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, സാന്നിധ്യം നിറയട്ടെ. അങ്ങയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ സാന്നിധ്യം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്.